പെട്ടെന്ന് ഒരു ദിവസം കെവിനെ കാണാതാകുന്നു, സുഹൃത്തിനെ വഴിയിലിറക്കി വിട്ട് കെവിനെ കൊണ്ട് പോകുന്നു. തലേ ദിവസം മൊത്തത്തിൽ ആ ഒരു വാർത്താ ലോകവും കൂടെ ഇടപെട്ടത് കൊണ്ടാണ് ആ ഒരു വിഷയം. ഇപ്പോൾ ഇറങ്ങിയ തുടരും സിനിമയിൽ പോലും ഈ ഒരു തരത്തിലുള്ള ചർച്ച, ഈ ഒരു വിഷയമായിരുന്നു ചർച്ച, ഒരു ദുരഭിമാന കൊല. ഇപ്പോഴും നമ്മുടെ സൊസൈറ്റി കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമ്മുടെ എല്ലാവരും പറയുന്നുണ്ട് നമ്മളിപ്പോൾ മുതിർന്നവരിൽ നിന്ന് പഠിക്കണം, പക്ഷെ ഇപ്പോൾ നമ്മളുടെ മക്കളിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് വിശ്വസിക്കുന്ന നമ്മളാണ് യഥാർത്ഥത്തിൽ തെറ്റുക. ഇപ്പോൾ നീനുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ്. അവിടെ ഇപ്പോൾ ആ പിതാവിനെ, ആ കുടുംബത്തെ പോലും ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവരെ പ്രണയം ജയിക്കണം, അവർക്ക് ഒരുമിച്ച് ജീവിക്കണം, ആ ഒരു പറയുക അവിടെയാണ് കുറച്ചുകൂടെ ഇതൊരു പവിത്രമാവണമെന്ന് പറയാം. ആ രീതിയിൽ നോക്കുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് എത്രത്തോളം നമ്മൾ ഇത് ഓരോരുത്തരിൽ നിന്ന് കണ്ടു പഠിക്കേണ്ടതെന്ന് മനസ്സിലാകും. എന്തായാലും ഒരു സിസ്റ്റം, മനുഷ്യ പറയുമ്പോൾ ഒരു സിസ്റ്റവും അതുപോലെ തന്നെ വീട്ടുകാരും ഒരു സമൂഹം തന്നെ എതിരായിട്ടും പോരാടിയ. ഞാനത് കൺക്ലൂഡ് ചെയ്യാൻ എനിക്ക് ആഡ് ഓൺ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ കെവിന്റെ അച്ഛൻ ഈ വിഷയത്തിൽ അദ്ദേഹം നിലനിന്ന് മകളെ ഇവൾ എൻ്റെ മോളാണ്. ഈ കെവിന്റെ മരണത്തിനും ഈ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ ശേഷം മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യും നീനു, അവൾ എൻ്റെ മോളല്ലേ, മകന്റെ ഭാര്യയാണെന്ന്, എൻ്റെ മകളാണ്, ഞാൻ നോക്കും. നീനു കെവിൻ മരിച്ച ദിവസം മാധ്യമങ്ങൾ സത്യത്തിൽ നമ്മൾ മാധ്യമപ്രവർത്തകരോട് നമുക്ക് തോന്നുന്നൊരു വിയോജിപ്പുണ്ട്. ഈ അവരുടെ വായിൽ കൊണ്ടുപോയി മയക്കി വെക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. പക്ഷെ ആ റോ ഫുട്ടേജ് ഞാനിപ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു. അതായത് നീനു അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളുമാണത്, ഞാൻ എവിടെയും പോവില്ല എന്ന് പറഞ്ഞിട്ടാണ് കുട്ടി കരയുന്നത്. 21 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയുടെ മെച്യൂരിറ്റി ലെവലാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ആ അച്ഛൻ, ആ അമ്മ, ആ പെങ്ങളും ഒക്കെ നിന്ന് കൊടുക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ വീടാണിത്, ഞാൻ അവരെ പണിയെടുത്ത് നോക്കും എന്ന് നീനു ആ ദിവസം കെവിൻ എന്നാണോ മരണപ്പെടുന്ന ദിവസം തന്നെ മാധ്യമങ്ങളോട് പറയാനെടുക്കുന്ന ഒരു ആർജവമുണ്ട്. അച്ഛൻ്റെ ഒരു ചേർത്ത് പിടിക്കലുണ്ട്. അത് കഴിഞ്ഞ് നീനുവിന് ജോലി കിട്ടുന്ന സാഹചര്യങ്ങൾ, പഠിക്കാൻ കൊണ്ടുവിടുന്ന സാഹചര്യങ്ങളിലൊക്കെ ഒരു അച്ഛൻ ആയിട്ട് തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത്. അപ്പം കെവിന്റെ അച്ഛനെയും കൂടിയാണ് നമ്മൾ ഈ വിഷയത്തെ സമയത്ത് ഓർക്കേണ്ടതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ചാക്കോ എന്ന അതായത് നീനുവിന്റെ അച്ഛനും കെവിന്റെ അച്ഛനും നമ്മൾ അന്തരം നോക്കുക, അവരുടെ വിശാലം നോക്കുക. ഒരുപക്ഷെ പണവും സ്വാധീനവും കൊണ്ട് അവർക്ക് വലിയ നിലയിലൊക്കെ ആയിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ വിജയിച്ചത് മനുഷ്യ പറയുപോലെ തന്നെയാണ്. സ്നേഹം കൊണ്ട് ഇവരെല്ലാം കീഴ്പ്പെടുത്തിയിരിക്കുന്നത് കെവിന്റെ അച്ഛൻ തന്നെയാണ്. അതും പറയാതിരിക്കാനാകില്ല. ഒരു ദിവ്യമായ പ്രണയം പോലെ തന്നെയാണ്, ഒരു മനുഷ്യത്വത്തിന്റെ കൂടെ ഒരു പ്രതീകമായിട്ടാണ് അവർ രണ്ടുപേരുടെ കഥ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്.